പഴയൊരു ട്രഡീഷണൽ വീടാണ്. അതിൻ്റെ മുകളിലായിട്ട് പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട് ഷീറ്റ് റൂഫുണ്ട്. ഉള്ളിലെ സ്പേസുകൾ ഓപ്പണാക്കി എടുക്കുക, നല്ല കിച്ചണും വർക്ക് ഏരിയയും കൊണ്ടുവരിക. ഇവിടെ ഉണ്ടായിരുന്ന ഓപ്പൺ വരാന്ത അവർക്ക് വലിയ യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതിന് നമ്മൾ വർക്ക് ഏരിയയുടെ ഭാഗമാക്കി എടുത്ത് ഇവിടം വരെ നമ്മളെ ഫ്രണ്ടിലെ ലോങ് വരാന്തയും മുറ്റും അതേപോലെ തന്നെ ഉപയോഗിക്കുക. ഡ്രോയിങ് റൂം ചെറുതാണെന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. അതിൻ്റെ പുറകിലുണ്ടായിരുന്ന കോറിഡോറിനെ ഡ്രോയിങ് റൂമിലേക്ക് എടുത്ത് ഡ്രോയിങ് റൂമിനൊരു ഓപ്പൺനെസ് കൊണ്ടുവരിക. ബെഡ്റൂമുകൾ ചെറുതാണെന്നുള്ള ഫീൽ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. അതേസമയത്ത് പുറകിൽ നമുക്ക് മുറ്റം ഉണ്ടായിരുന്നു. ഈ ബെഡ്റൂം ചെറുതാണെന്നുള്ള ഫീലിൻ്റെ കാരണം വാസ്തു സംബന്ധമായ വിഷയം കൊണ്ട് ഇത്രയും വലിയ ഒരു വാർഡ്രോബ് ബോർഡ് ഉണ്ടാക്കിയതായിരുന്നു. പുറകിൽ ധാരാളം മുറ്റമുള്ളത് കൊണ്ട് തന്നെ ഈ ബിൽഡിങ്ങിനെ പുറകുവശത്തേക്ക് ഇവിടം വരെ വർദ്ധിപ്പിച്ചപ്പോൾ ആ ബെഡ്റൂം ചെറുതാണെന്നുള്ള ഫീലും വാസ്തുവിൻ്റെ ബുദ്ധിമുട്ടുകളും മാറ്റാനും പറ്റി. ഇതാണ് കന്നിമൂല വരുന്നത്. ഈ ബെഡ്റൂം ആ മൂല മുതൽ ഇവിടം വരെ ഉണ്ട്. അപ്പോൾ കന്നിമൂലയൊക്കെ ആ ബെഡ്റൂമിനകത്ത് കവറായിട്ട് വരും. പിന്നെ ഡ്രോയിങ് റൂമിൽ നിന്ന് വരുമ്പം ഡൈനിങ് സ്പേസ് ഇത്രേ വീതിയുള്ളൂ. ഇങ്ങനെ ഒരു ചെറിയ ഒരു സ്പേസ് ആണെന്നുള്ള ഫീൽ അവർക്കുണ്ടായിരുന്നു. പുറകുവശത്തേക്ക് ആ ഡൈനിങ് റൂം കൂടി എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ ആ ഫീല് മാറി കിട്ടി, ഓപ്പൺനെസ് വന്നു. കിച്ചണിനും ആ ഒരു ഓപ്പൺ ഫീൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വോള് കട്ട് ചെയ്തിട്ട് ഈ സ്പേസ് ആ വോള് മുതൽ ആ വോള് വരെ ഒരു വലിയ കിച്ചണായിട്ട് നല്ല രീതിയിൽ ഫർണിഷ് ചെയ്തെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു കിച്ചണിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഈ ഒരു ചെറിയ വരാന്തയായിട്ട് കിടക്കുന്ന സ്ഥലം നമ്മൾ വർക്ക് ഏരിയയുടെ ഭാഗമാക്കിയിട്ട് മാറ്റി എന്നുള്ളത്. ഇവിടെയൊക്കെ വോള് കെട്ടിയിട്ട് വരുമ്പോൾ പ്രോപ്പറായിട്ടുള്ള സെക്യൂർഡ് ആയിട്ടുള്ള വർക്ക് ഏരിയ നമുക്ക് കിട്ടും. മുകളിലേക്ക് എത്തുമ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല ഷീറ്റ് റൂഫ് ഉണ്ട്. ആ ഷീറ്റ് റൂഫിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് തന്നെ വലിയ 2 ബെഡ്റൂമും അതിനുള്ള ടോയ്ലറ്റ് മുതലായ സൗകര്യങ്ങൾ ഉണ്ടാക്കാനാണ് തീരുമാനിച്ചത്. ഈ ഭാഗത്തേക്കാണ് ഇത്രയും വലിപ്പമാണ് ഈ റൂഫ് സ്ലാബ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് കേട്ടോ. വർക്ക് കുറച്ചും കൂടി മുന്നോട്ടായി കഴിയുമ്പം കൺസ്ട്രക്ഷൻ ലെവലിലുള്ള ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും വരാം. ആർക്കിടെക്ട് ശ്യാമാണ്, റിപ്പയർ കൊച്ചിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. നന്ദി. പഴയ വീടിന് പുതിയ മുഖം. ആർക്കിടെക്ട് ശ്യാം, റിപ്പയർ കൊച്ചി ഇപ്പോൾ കേരളത്തിലും കർണാടകത്തിലും ഉണ്ട്.